Hello and welcome back to my YouTube channel. ഇന്നത്തെ വ്ളോഗ് ആക്ച്വലി ഒരു കുട്ടി സ്പെഷ്യൽ വ്ളോഗാണ്. അപ്പോൾ ഇന്ന് എൻ്റെ ചേച്ചീൻ്റെയും ജിജോട്ടൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ സിമ്പിൾ ക്യൂട്ട് ആയിട്ടുള്ളൊരു കേക്ക് കട്ടിങ് അത്രേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്നുമില്ല, സെലിബ്രേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല, ജസ്റ്റ് ഒരു കാഫേ എങ്ങാനും പോയിട്ട് ജസ്റ്റ് ഒന്നൊരു കേക്ക് കട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഫോട്ടോസൊക്കെ എടുക്കാനുണ്ട്. ഞാൻ പോയിട്ട് അവിടെ നിന്ന് എടുത്തതൊക്കെ കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ വേഗം പോയിട്ട് ബാക്കി കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ രാവിലെ ആയിരുന്നു കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തത്. പക്ഷേ അവിടെ തുറക്കുന്നത് 12 മണിക്കാണ്. അപ്പോൾ നമ്മളാണെങ്കിൽ ഒരു 10-10:30 ആകുമ്പോൾ തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. സോ 12 മണിയാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ മയിലാടംകുന്നുള്ള മേൽപ്പഴനി ജസ്റ്റ് ഒന്ന് പോയി. ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി. അയ്യോ, ഇത് എനർജി ഒക്കെ എടുത്തോ? താങ്ക് യു. ഒരു 11 മണിയൊക്കെ ആയപ്പോൾ തന്നെ നല്ല വെയിലായിരുന്നു. അവിടെ നിൽക്കാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ടയേർഡായപ്പോൾ നമ്മൾ നേരെ ജിജോൻ്റെ വീട്ടിലേക്ക് തന്നെ പോയി. ജിജോൻ്റെ വീട് മയിലാടംകുന്ന് അധികം ദൂരമൊന്നുമില്ല, കുറച്ചാണ്, അടുത്ത് തന്നെയാണ്. വെള്ളിപറമ്പാണല്ലോ. അപ്പം അവിടേക്ക് പോയി കുറച്ച് റെസ്റ്റൊക്കെ ചെയ്തിട്ട് കേക്ക് കട്ട് ചെയ്യാൻ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് പോമിക്കുട്ടനാണ്. എൻ്റെ മുന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ ജിജോൻ്റെ വീട്ടിൽ വരുമ്പോൾ എപ്പോഴും ഇവനെ കാണിക്കാറുണ്ട്. ബിക്കോസ് ഇവൻ അത്രയ്ക്കും ഭാവമാണ്, എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞു. അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. അവിടെ അടുത്ത് ഉള്ളൊരു പൂച്ചക്കുട്ടിയാട്ടോ ലെക്സി എന്ന് പറയുന്നത്. അവളിപ്പോൾ പ്രസവിച്ചിട്ടുണ്ട് വീണ്ടും. അപ്പം നമ്മൾ അവളുടെ കുട്ടീനെയൊക്കെ എടുത്ത് ജസ്റ്റ് കളിപ്പിക്കാമെന്നൊക്കെ വിചാരിച്ചു. പാലൊക്കെ കൊടുത്തിട്ടും അവൾക്കതൊന്നും വേണ്ടായിരുന്നു. കാരണം ഞങ്ങൾ ഈ കുട്ടീനെ എടുത്തിട്ടുള്ളതിൻ്റെ ആകപ്പാടുള്ളൊരു വെപ്രാളത്തിലായിരുന്നു അവൾ. എങ്ങനെയെങ്കിലും എൻ്റെ കുഞ്ഞിനെ ഒന്ന് നിങ്ങളൊന്നും ചെയ്യല്ലേ. അവൾക്ക് നമ്മളോട് ട്രസ്റ്റ് ഉണ്ട്, പക്ഷേ എങ്കിലും അവൾക്കൊരു പേടി. അങ്ങനെ നമ്മൾ അവളുടെ കുട്ടീനെ അവൾക്ക് തന്നെ ഭദ്രമായിട്ട് കൊടുത്തു. കാരണം പാവം അത് ടെൻഷൻ അടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ ജസ്റ്റ് വെറുതെ ഞാനും ചേച്ചിയും കൂടി ഇരുന്ന് കുറേ കഥയൊക്കെ പറഞ്ഞിരുന്നു. ഇനി നമുക്ക് റെസ്റ്റൊക്കെ കഴിഞ്ഞ് നേരെ കേക്ക് കട്ട് ചെയ്യാനുള്ള പരിപാടിയിലേക്ക് കിടക്കാം. അങ്ങനെ ഞങ്ങൾ വീണ്ടും കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടേക്ക് പോയി. കോവൂരുള്ള ഹണി കേക്ക് എന്ന് പറയുന്ന ഷോപ്പിലാണ് ഞങ്ങൾ പോയത്. അവിടെ നമുക്ക് നല്ലൊരു ആംബിയൻസ് ഒക്കെ ഉണ്ട്, നല്ലൊരു ഡെക്കറേറ്റ് ഒന്നും നമുക്ക് എക്സ്ട്രാ ചെയ്യേണ്ട ആവശ്യമില്ല. യൂഷ്വലി നമ്മൾ സെലിബ്രേഷൻ വരുമ്പോൾ വീട്ടിൽ ഡെക്കറേറ്റ് ചെയ്യാറാണ്. അപ്പോൾ ഇപ്രാവശ്യം ഇത് ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇതാകുമ്പം ഓൾറെഡി നല്ല രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ടും ഒക്കെ കിട്ടുമ്പോൾ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കുമ്പം നല്ല ഭംഗി ഉണ്ടാവുമല്ലോ. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു. സിമ്പിൾ ആൻഡ് ക്യൂട്ടായിട്ടുള്ളൊരു സെലിബ്രേഷനായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഞങ്ങളിനി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. That's all about the cute little wedding anniversary celebration vlog. I hope you guys like it. എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ തീർച്ചയായിട്ടും കാണാം. അപ്പം ബൈ, ടേക്ക് കെയർ.